ഹായ് ഓൾ, നമുക്ക് പത്തനംതിട്ടക്കാരെ നല്ല അടിപൊളി വറുത്തയച്ച മീൻ കറി കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ കത്തിക്ക് മൂർച്ചയൊക്കെ കൂട്ടി മീൻ നന്നായിട്ട് മുറിക്കണം. തോല് കളയണ മീനാണെങ്കിൽ തോല് കളയാൻ മറക്കല്ലേ. അങ്ങനെ മീനൊക്കെ പീസാക്കി മീൻ ആവശ്യമുള്ള കുടംപുളിയും കൂടി ഇട്ടിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയിട്ട് തേങ്ങ വറക്കാം. തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവോള ഞാൻ ഇട്ടിട്ടുണ്ട്. സവോളയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കുഞ്ഞുള്ളി എടുക്കാം കേട്ടോ. ആ സമയത്ത് തന്നെ മീൻ കറിയിൽ ഇടാൻ ആവശ്യത്തിനുള്ള മുളക് എടുക്കാം കേട്ടോ. മുളക് നിങ്ങൾക്ക് പച്ചമുളകാണെങ്കിൽ പച്ചമുളക് എടുക്കാം, കാന്താരി ഉള്ളവർക്ക് കാന്താരി എടുക്കാം, ഉണ്ടമുളകുള്ളവർക്ക് ഉണ്ടമുളക് എടുക്കാം. ഉണ്ടമുളകാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഉണ്ടമുളകൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ തേങ്ങ വറക്കുന്നതിന് കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് അപ്പോൾ കറിക്ക്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ തേങ്ങ നന്നായിട്ട് വറക്കണം. ഒന്ന് ചൂടാറിയിട്ട് വേണം മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ചൂടോടുകൂടി തന്നെ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ തന്നെ അരയ്ക്കണം. അപ്പോഴാണ് മീൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ കഴുകി വെച്ച മീനും നമ്മൾ അരിഞ്ഞു വെച്ച ഉണ്ടമുളകും കുടംപുളിയും നമ്മൾ അരിച്ച് വെച്ച തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കറിയിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കറി നേരെ സ്റ്റൗവിലോട്ട് വെക്കാം. കറി കുറച്ചൊന്ന് തിള വരുമ്പോഴേക്കും നല്ല കറിവേപ്പില നമുക്ക് നുള്ളിയിടാം. കറി ഒരു 3/4 വേവാകുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ കറി നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയ വറുത്തയച്ച മീൻ കറി റെഡിയാവും കേട്ടോ. അങ്ങനെ ഈ കറി ഇന്ന് കൂട്ടുന്നതിനെക്കാട്ടും നല്ലത് നാളെ കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്തായാലും ഈ മീൻകറി ഒന്ന് ഒരിക്കലെങ്കിലും വെച്ച് നോക്കണം. അപ്പോഴാണ് ഈ വറുത്തയച്ച മീൻകറിയുടെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.